വചനവീഥിയിലൂടെ ഫാദർ JB പുത്തൂർ. വിശുദ്ധ മത്തായി രചിച്ച യേശുവിന്റെ സുവിശേഷം, അധ്യായം 11, 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. തലമുറയുടെ ദുഷിപ്പ്. ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഈ തലമുറയെ എന്തിനോടാണ് ഞാൻ ഉപമിക്കേണ്ടത്? ചന്തസ്ഥലത്തിരുന്ന് കൂട്ടുകാരെ വിളിച്ച്, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കുഴലൂതി, എങ്കിലും നിങ്ങൾ നൃത്തം ചെയ്തില്ല. ഞങ്ങൾ വിലാപഗാനം ആലപിച്ചു, എങ്കിലും നിങ്ങൾ വിലപിച്ചില്ല എന്ന് പറയുന്ന കുട്ടികൾക്ക് സമാനമാണ് ഈ തലമുറ. യോഹന്നാൻ ഭക്ഷിക്കാത്തവനും പാനം ചെയ്യാത്തവനുമായി വന്നു. അവൻ പിശാച് ബാധിതനാണെന്ന് അപ്പോൾ അവർ പറയുന്നു. മനുഷ്യപുത്രൻ ഭക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നവനുമായി വന്നു. അപ്പോൾ അവർ പറയുന്നു, ഇതാ ഭോജനപ്രിയനും വീഞ്ഞുകുടിയനും ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനുമായ മനുഷ്യൻ. എങ്കിലും ജ്ഞാനം അതിന്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. ചിന്തയില്ലാതെ നിഗമനങ്ങളിൽ എത്തുമ്പോൾ ഉണ്ടാകുന്ന വിന. കാര്യങ്ങളുടെ നിജസ്ഥിതി യഥോചിതം വിലയിരുത്തി നിഗമനത്തിലെത്തിച്ചേരുവാൻ വേണ്ട പ്രാപ്തി കാണിക്കാത്ത യേശുവിന്റെ സമകാലികരായ പൊതുജനങ്ങളോടുള്ള അല്പം വിമർശനാത്മകമായിട്ടുള്ള സംഭാഷണമാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ പ്രമേയം. യേശുവിന് മുമ്പ് സമൂഹത്തിലേക്ക് കടന്നു വന്ന ആദരണീയനായിട്ടുള്ള വ്യക്തിത്വത്തിന്റെ ഉടമയായ യോഹന്നാൻ മാംദാന ഭക്ഷണപ്രിയനോ ആഡംബരപ്രിയനോ അല്ലാതെ സത്യത്തിലും ഭാവത്തിലും ഒരു താപസനായ അദ്ദേഹത്തെ ചെകുത്താന്റെ അവതാരം ഭൂതം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്ന രീതിയിലൊക്കെ ജനസമൂഹത്തിൽ വിലയിരുത്തലുകളുണ്ടായതിനെ പറ്റി യേശു വളരെ ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കുകയാണ്. എന്നാൽ അതിനുശേഷം സമയത്തിന്റെ പൂർണ്ണതയിൽ മനുഷ്യപുത്രൻ താൻ സമൂഹത്തിലേക്ക് കടന്നു വന്നപ്പോ പാവങ്ങളോട് പക്ഷം ചേർന്നുകൊണ്ട് പാപികളോടും ചുങ്കക്കാരോടും ഒപ്പം ഭക്ഷണം കഴിക്കാനിട വന്നപ്പോ അവൻ ഭക്ഷണപ്രിയനും വീഞ്ഞുകുടിയനും ഒക്കെയായിട്ട് ചിത്രീകരിക്കുന്ന ജനം കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഉപരിപ്ലവമായിട്ടുള്ള വൈകാരിക ചിന്തയുടെ അടിസ്ഥാനത്തിൽ നിഗമനങ്ങളിൽ എത്തിച്ചേരുന്ന ആ ജനസമൂഹത്തിനോടുള്ള നീരസം യേശു മറനീക്കി പ്രകടിപ്പിക്കുകയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ. യേശു തുടർന്ന് പറയുന്നു, നിങ്ങളുടെ നിഗമനങ്ങളിൽ യുക്തിക്കും ബുദ്ധിക്കും നിരക്കുന്നതായിട്ട് ഒന്നും കാണുന്നില്ല. നിങ്ങൾക്ക് ഇപ്പോ ലഭിക്കുന്ന അനുഗ്രഹത്തിന്റെ നിമിഷങ്ങൾ വിലയിരുത്താനോ അതിൽ നിന്നുള്ള സത്ഫലങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കാനോ നിങ്ങൾക്ക് സാധിക്കാതെ നിങ്ങൾ വെറും വികാരപരമായ രീതിയിൽ നിങ്ങൾ പ്രതികരിക്കുന്നു. അത് നിങ്ങളുടെ സ്ഥിതി ദയനീയവും ശിക്ഷാർഹവുമാക്കി തീർക്കാൻ ഉപകരിക്കുകയുള്ളൂ. അതുകൊണ്ട് യേശു തുടർന്ന് അവരോടായിട്ട് പറയുന്നു, ലഭ്യമായിരിക്കുന്ന സാഹചര്യങ്ങളുടെ അനുഗ്രഹപ്രദമായിട്ടുള്ള ചുറ്റുപാടുകൾ മനസ്സിലാക്കി ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തി മനസ്തപിക്കേണ്ടോടത്ത് മനസ്തപിച്ച് ജീവിതം ഉപകാരപ്രദമാക്കാൻ ശ്രദ്ധിക്കുവിൻ എന്നുള്ള സന്ദേശമാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ സമകാലികരായിട്ടുള്ള പൊതുജനങ്ങൾക്കായിട്ട് യേശു നൽകുന്നത് എന്ന് വേണം വിചാരിക്കാൻ.